കുണ്ടന്നൂർ തേവരപ്പാലം അറ്റകുറ്റപ്പണിയിലെ അപാകത പ്രതിഷേധം വ്യാപിക്കുന്നു. പാലത്തിൽ മരട് സംയുക്ത സമരയുടെ നേതൃത്വത്തിൽ അരിവറുക്കൽ സമരം സംഘടിപ്പിച്ചു. വളരെ മോശമായ കുഴി അടക്കുന്നതിന് വേണ്ടി 2 ദിവസം അടച്ചിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് സമര നേതാക്കൾ അഭിപ്രായപ്പെട്ടത്. കുഴിയടക്കൽ നിർമ്മാണം നടത്തിയ കരാറുകാരൻ അതിഥി തൊഴിലാളികളെ കൊണ്ട് ഗുണനിലവാരമില്ലാത്ത രീതിയിലാണ് പണി നടത്തിയത് എന്ന വ്യാപകമായ പരാതിയാണ് ഉയരുന്നത്. ഇത്രയേറെ പ്രതിഷേധങ്ങൾ നടക്കുമ്പോഴും സ്ഥലത്തെ MLA-യും MP-യും എന്നിവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന പ്രതിഷേധത്തിന്റെ വ്യാപ്തി കൂട്ടുകയാണ്. ഒരു ദേശീയപാത 2 ദിവസം പൂർണ്ണമായും അടച്ചിട്ടിട്ട് ഗുണനിലവാരമില്ലാത്ത രീതിയിൽ അറ്റകുറ്റപ്പണി നടത്തിയിട്ട് അത് ചോദിക്കുവാൻ പോലും ജനപ്രതിനിധികൾ ഇല്ല എന്നുള്ളത് ഖേദകരമാണ് എന്ന ആക്ഷേപമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. ഈ നാട്ടിലെ ഭരണാധികാരികൾ തന്നെയാണ് 48 മണിക്കൂറോളം ഈ പാലം അടച്ചിട്ടുകൊണ്ട് ജനങ്ങളെ ദുരിതത്തിലാക്കിയത് എന്തിനാണെന്നാണ് ഞങ്ങളുടെ ചോദ്യം. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു 48 മണിക്കൂർ 2 ദിവസം സഹിച്ചാലും സുഗമമായൊരു യാത്ര നടത്താമല്ലോ. പക്ഷേ പിറ്റേ ദിവസം നമ്മൾ കണ്ടത് എന്താണ്? 2 ദിവസം കാലാവസ്ഥ അനുകൂലമായിരുന്നു. വെറും ഓട്ടകൾ മണ്ണിട്ട് അല്ലെങ്കിൽ പൊടിയിട്ട് അടക്കാൻ വേണ്ടി 2 ദിവസം അടച്ചിട്ടിട്ട് കബളിപ്പിക്കുകയാണ് ജനങ്ങളെ ചെയ്തത്. അവരും നമ്മളോട് ചെയ്ത ഒരു അരിവറുക്കൽ പരിപാടി ആയതുകൊണ്ടാണ് ഇത്തരമൊരു അരിവറുക്കൽ സമരത്തിലേക്ക് ഞങ്ങൾ നീങ്ങേണ്ടി വന്നത്. ഈ പാലത്തിൽ എന്താണ് കാണിച്ചു വച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ മീഡിയക്കാരും ജനങ്ങളും എല്ലാം ഇന്നലെ രാത്രി തിരിച്ചറിഞ്ഞതാണ്. വെറും പൊടികളിട്ട്, അതായത് 2-3 അതിഥി തൊഴിലാളികളെ വെച്ച് പൊടികളിടാൻ ഇത്രയും 2 ദിവസം കഷ്ടപ്പെടുന്നത് എന്തിനാണ്? ഇതിനൊരു ശാശ്വത പരിഹാരമില്ലെന്നാണ് ഞങ്ങൾക്ക് ഈ സംയുക്ത സമര സമിതിയുടെ ചോദ്യം. അയ്യോ, ഭയങ്കര മോശം കേട്ടോ, ഭയങ്കര മോശം. ഇങ്ങനെയൊന്നുമല്ല ജനങ്ങളെ പറ്റിക്കുന്നത്, വേറെ രീതിയിൽ പറ്റിക്കാൻ വേണ്ടി പറയും. കഴിഞ്ഞ 15 വർഷക്കാലമായി ഈ പ്രദേശത്തെ ജനങ്ങൾ ഒട്ടേറെ ദുരിതം അനുഭവിച്ചുകൊണ്ടാണ് തേവര കുണ്ടന്നൂർ പാലത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒട്ടേറെ ജീവനുകൾ ഈ പാലത്തിൽ പൊലിഞ്ഞ ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പലതവണ ഒട്ടേറെ രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും ഒക്കെ സമരം ചെയ്തിട്ടാണ് ഇതിൻ്റെ ശോചനീയാവസ്ഥ ഓട്ടയടക്കുന്ന രീതിയിൽ പരിഹരിച്ചിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഒട്ടേറെ സമരപരിപാടികൾ നടത്തി ഈ പാലത്തിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി അധികാരികൾ നല്ല രീതിയിൽ ചെയ്യാമെന്ന് ഉറപ്പ് തന്നിരുന്നതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം 2 ദിവസം ഈ പാലം അടച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് PWD ഉദ്യോഗസ്ഥരും ഇവിടുത്തെ അധികാരികളും നടത്തിയിരിക്കുന്നത്. നമുക്ക് ഒന്ന് പരിശോധിക്കാം. കഴിഞ്ഞ ദിവസം ഈ ഓട്ട അടച്ച സാഹചര്യം 3 അതിഥി തൊഴിലാളികളെ വെച്ചുകൊണ്ടാണ് യാതൊരു രീതിയിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെ ഈ ഓവർസിയർമാരുടെ ഇത് സൂപ്പർവൈസ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ആ ഓവർസിയർമാർ പോലും ഇവിടെ സൂപ്പർവൈസ് ചെയ്യാതെ കരാറുകാരൻ്റെ തോന്നിയ പോലെ ഇവിടെ യാത്ര ചെയ്യാൻ പറ്റാത്ത ദുരിതം, അതിനും വിപരീതമായി ഒട്ടേറെ ദുരിതം പേറുന്ന ആ ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ന് ഈ PWD ഡിപ്പാർട്ട്മെന്റ് ഈ കുഴികൾ അടച്ചിരിക്കുന്നത്. നമ്മുടെ വീട്ടില് സിമന്റ് ഇതിനെക്കാളും നന്നായിട്ടിടും. സിമന്റ് ഇതിനെക്കാളും നല്ല നമ്മളിടും. ഇതിനേക്കാളും നന്നായിട്ട് നമ്മളിടും. ഇന്നലെ രക്ഷപ്പെട്ടു വന്നവർക്ക് ഒരേ മിഠായി വളരെ ഉപകാരം, വളരെ ഉപകാരം. ഇതിലും നല്ലത് കുഴി അടക്കാണ്ടിരിക്കണായിരുന്നു. ആ റോട്ടിലൂടെ വന്നതൊന്നും വണ്ടി ഓടിച്ചു വെച്ച് അറിയാൻ പറ്റും. കുഴി അടച്ചിട്ടല്ല, വെറുതെ ഒന്ന് കാണിച്ചു കൂട്ടിന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഉദ്യോഗസ്ഥൻ പോലും വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നിങ്ങൾ നോക്ക്. ഈ നാട്ടിലെ വോട്ടർമാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടുത്തെ സമ്മതിദായകരും ഇവിടുത്തെ നികുതിദായകരും അടക്കുന്ന നികുതികൾ ഒന്ന് കണക്ക് കൂട്ടിയിട്ട് കണക്കില്ലാത്ത നികുതികൾ അടച്ചിട്ടാണ് നമ്മൾ ഈ വർദ്ധിച്ചു വരുന്ന നികുതികൾ ഒരു കുഴപ്പം കൂടെ നടക്കുന്നത്. ഈ നികുതി അടച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം പിടി വീഴും. ഒരു വാഹനം പുതിയതായിട്ട് ഇറക്കുമ്പോൾ റോഡ് ടാക്സ് 15 വർഷത്തെ റോഡ് ടാക്സ് അഡ്വാൻസായിട്ട് അടച്ചാലേ ആ വാഹനം ഈ റോഡിനോട് കൊടുക്കാൻ സമ്മതിക്കുള്ളൂ.
അപ്പോൾ സഞ്ചാരപ്രദമായ റോഡ് ഉണ്ടാക്കി തരുന്നതിനാണ് ഈ അഡ്വാൻസ് ആയിട്ട് റോഡ് ടാക്സ് അടക്കുന്നത്. ഈ റോഡിലൂടെ ഒരു 2 വീലർ ഓടിച്ച് പോകണമെങ്കിൽ, പ്രത്യേകിച്ച് ഒരു പില്ലർ റൈഡ് റോഡ് ഉണ്ടെങ്കിൽ അപകടം ഉറപ്പാണ്. ഈ സർക്കാർ അല്ലെങ്കിൽ ഭരണാധികാരികൾ നടത്തുന്ന ഫോറിൻ ടൂറിൻ്റെ, വിദേശ ടൂറിൻ്റെ ഒരു 2% വരുന്ന ഒരു എമൗണ്ട് ഈ റോഡ് നന്നാക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ അടിപൊളിയായിട്ടുള്ള റോഡ് ഉണ്ടായേനെ. ഇവിടെ ഡച്ച് മോഡലും നെതർലൻഡിൽ പോയി പഠിച്ച് എങ്ങനെ ഇത് സൊല്യൂഷൻ കാണണം എന്ന് പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് എന്താ ചെയ്തത്? ഇതെല്ലാം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഫോറിൻ ടൂർ, ഫാമിലി സഹിത ഫോറിൻ ടൂർ നടത്താനുള്ള ഒരു അടവാണ് ഇത്. ഇവിടുത്തെ ഈ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഒരു വിധത്തിലും യാതൊരു ശ്രദ്ധയുമില്ല. അയാൾ ആദ്യം കയറിയപ്പോൾ ഒരു വാക്ക് പറഞ്ഞിരുന്നു, എവിടെയെങ്കിലും പബ്ലിക് റോഡിൽ ഒരു കുഴി രൂപാന്തരപ്പെട്ടാൽ വെറുതെ ഒരു ഫോൺ നമ്പറിൽ വിളിച്ചുകൊണ്ടാൽ മതി, എവിടെയെങ്കിലും ഞങ്ങളുടെ ഓഫീസിൽ വിളിച്ചുകൊണ്ടാലും മതി, അടുത്ത 24 ഹവേഴ്സിനുള്ളിൽ അതിൻ്റെ നടപടി ഉണ്ടാകുന്നത്. നാണമില്ലേ എന്ന് ചോദിക്കുന്നില്ല, നാണമില്ലേ എന്ന് ചോദിച്ച് ഇപ്പോൾ അത് ചോദിക്കാൻ ഞങ്ങൾക്ക് മടിയായി തുടങ്ങി. നന്ദി.